Yesterday's coarse grain is today's nutri-cereal. ഇന്നലെയുടെ നാടൻ ധാന്യങ്ങൾ ഇന്നത്തെ പോഷകധാന്യം എന്നാണ് ചെറുധാന്യങ്ങളെ നാം വിശേഷിപ്പിക്കപ്പെടുന്നത്. ഭാവി വിളകൾ എന്നും ഇവയെ വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. ചെറുധാന്യങ്ങളിൽ ഏറെ പ്രാധാന്യമേറിയതും വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നതുമായ ഒരു വിളയാണ് സ്വർഗം അഥവാ മണിച്ചോളം. നെല്ല് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്നതും സ്വർഗമാണ്. മണിച്ചോളം അഥവാ സ്വർഗത്തിന്റെ കൃഷി ശാസ്ത്രീയമായി എങ്ങനെ നടത്താമെന്ന് നമുക്ക് നോക്കാം. സ്വർഗം കൃഷി ചെയ്യുന്നതിന് മുന്നോടിയായി നിലം 2 തവണയെങ്കിലും ഉഴുതുമറിക്കണം. ശേഷം 30 മുതൽ 40 സെന്റിമീറ്റർ അകലത്തിൽ വിത്തുകൾ വരിവരിയായി വിതയ്ക്കണം. കീടവിമുക്തമായ ഗുണനിലവാരമുള്ള വിത്തുകൾ വേണം വിതയ്ക്കുവാനായി തിരഞ്ഞെടുക്കേണ്ടത്. അവ 1 ഏക്കറിന് 5 കിലോഗ്രാം അഥവാ 1 സെന്റിന് 50 ഗ്രാം എന്ന അളവിലാണ് വിതയ്ക്കുവാൻ എടുക്കേണ്ടത്. അടുത്തതായി നമുക്ക് സ്വർഗത്തിലെ വളപ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം. വിത്ത് വിതയ്ക്കുന്നതിനോടൊപ്പം തന്നെ ജൈവവളം 20 കിലോഗ്രാമും അതിനോടൊപ്പം രാസവളങ്ങളായ യൂറിയ 150 ഗ്രാമും രാജ്ഫോസ് 320 ഗ്രാമും MOP 120 ഗ്രാമും ചേർത്ത് കൊടുക്കുക. പിന്നീട് 30 ദിവസങ്ങൾക്ക് ശേഷം 150 ഗ്രാം യൂറിയയും കൂടെ ചേർത്ത് കൊടുക്കുക. വിത്ത് പാകിയതിനു ശേഷം വേണ്ടത്ര ജലം നൽകാവുന്നതാണ്. ശേഷം 10 ദിവസത്തെ ഇടവേളകളിലായി ജലസേചനം നൽകാവുന്നതാണ്. കളപരിപാലനവും മറ്റും വിത്ത് പാകി 20 ദിവസത്തിനു ശേഷം ചെയ്യാവുന്നതാണ്. സാധാരണ രീതിയിൽ സിലബ്, കാർബോഫ്യൂറാൻ എന്നീ കീടനാശിനികളാണ് സ്വർഗം പരിപാലനത്തിനായി ഉപയോഗിക്കുന്നത്. അവസാനമായി സ്വർഗത്തിന്റെ വിളവെടുക്കൽ എങ്ങനെയെന്ന് നോക്കാം. സാധാരണഗതിയിൽ 4 മുതൽ 5 മാസങ്ങൾക്ക് ശേഷമാണ് സ്വർഗം വിളവെടുക്കാൻ പാകമാകുന്നത്. വിളവെടുക്കാൻ പാകമാകുമ്പോഴും സ്വർഗത്തിന്റെ ഇലകളും തണ്ടുകളും പച്ച നിറത്തിൽ തന്നെ കാണപ്പെടും. വിളവെടുത്ത ധാന്യങ്ങൾ വെയിലത്തുണക്കിയതിനു ശേഷം എയർടൈറ്റ് കണ്ടെയ്നറുകളിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. സ്വർഗം ഉമിക്കളഞ്ഞ് അതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പൊടിച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ആഹാരമായും നൽകാവുന്നതാണ്. ഉണങ്ങിയ ചെടിത്തണ്ടുകൾ മുറിച്ച് കന്നുകാലികൾക്ക് ഭക്ഷണമായും നൽകാം.